പാലായിലെ ഇടത് സ്ഥാനാർത്ഥി ജോസ് കെ മാണി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ കെ.എം. മാണിയുടെ കബറിടത്തിലെത്തി പ്രാർത്ഥിച്ച ശേഷം കുരിശുപള്ളി കവലയിലെ ഓഫീസിലെത്തി പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. തഹസീൽദാർ രഞ്ജിത്ത് ജോർജിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. നേതാക്കളായ ലാലിച്ചൻ ജോർജ്, പ്രൊഫസർ ലോപ്പസ് മാത്യു, ബാബു കെ ജോർജ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. നൂറുകണക്കിന് പ്രവർത്തകരാണ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ജോസ് കെ മാണിയെ കാത്തുനിന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷൻസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, നമുക്കറിയാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ എല്ലാം ഈ 140 നിയമസഭാ മണ്ഡലത്തിലും ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി വികസനവുമായി ബന്ധപ്പെട്ട് എത്രയോ പറഞ്ഞാൽ നമുക്ക് തീരില്ലാത്ത പോലെയുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കി അത് ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി വികസന മുന്നേറ്റ ജാഥ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ 3 മേഖലയായിട്ട് നടത്തി. അത് വലിയൊരു വിജയമായി നമ്മൾ കണ്ടു. ആ വിജയം എന്ന് പറയുന്നത് UDF പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലത്തിൽ പോലും ആവേശകരമായ പ്രതികരണമാണ് അവിടെ ലഭിച്ചത്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിത്വം ഏറ്റവും ആദ്യമേ നമ്മൾ ഇടതുപക്ഷം പ്രഖ്യാപിച്ചു. അതിനുശേഷം സ്ഥാനാർത്ഥികളായി ഇപ്പോൾ നമ്മൾ നോമിനേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ തന്നെ മണ്ഡലം തലത്തിൽ, പഞ്ചായത്ത് തലത്തിലുള്ള ഞങ്ങളുടെ ഈ ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ പദ്ധതികളും അതോടൊപ്പം തന്നെ യോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു പ്രതീക്ഷയിലാണ്. അനുകൂലമായ ഒരു വിധി ഇടതുപക്ഷത്തിന് കേരള സംസ്ഥാനത്തുമുണ്ടാകും, പാലായിലുമുണ്ടാകും. പാലാ മണ്ഡലത്തിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് റോണിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ.